الحمد لله رب العالمين الذي خلق الإنسان وزينه بالعقل وشرفه بالإيمان وأشهد أن لا إله إلا الله وحده لا شريك له أمرنا بالبر والإحسان ونهانا عن الفسوق والعصيان وعن كل ما يضر بالعقول والأبدان وأشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله المبعوث بالبينات من الهدى والفرقان صلى الله عليه وسلم وبارك عليه وعلى آله وصحبه أولي الفضل والعرفان والتابعين ومن تبعهم بإحسان فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما മാന്യ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നിങ്ങളോട് ഞാൻ വസയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദല്ലാഹ്, വഇന്ന മിൻ അളീമിൽ വൈലാതി വഅഖ്തരിൽ ആഫാത് ആഫത്തുൽ മുസ്കിറാതി വൽ മുഖദ്ദിറാത് അല്ലതി അൽഹഖ തസദ്ദി ലഹാ ഹമ്മൽ ശുഊബി വൽ ഹുകൂമാത്. സഹോദരന്മാരെ, ഇന്ന് നിലവിൽ ഏറ്റവും പ്രയാസമുള്ളതും വളരെയധികം നാശമായതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ്, ഒരു ആഫത്താണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇടപഴകുക എന്നുള്ളത്. മനുഷ്യർക്കിടയിൽ മയക്കുമരുന്നിന്റെ വ്യാപനം, അത് വർദ്ധിക്കുക എന്നുള്ളത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. فإن للمسكرات والمخدرات كثيرا من المضار فهي علة للهلاك والدمار ومجلبة لسخط الجبار وسبيل مظلم يهدي إلى النار. സഹോദരന്മാരെ, മയക്കുമരുന്നിന്റെ ഉപയോഗം മനുഷ്യർക്കിടയിൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും മനുഷ്യരുടെ സർവനാശത്തിന് ഉതകുന്നതും അതുപോലെ തന്നെ ജബ്ബാറായ അള്ളാഹുവിന്റെ ദേഷ്യം സമ്പാദിക്കുവാനും അത് മുഖേന നരകത്തിലേക്ക് ചെല്ലുവാനും എത്തിപ്പെടാനുമുള്ള കാരണമാണ് മയക്കുമരുന്നുകൾ എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത്, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നാശമാക്കരുത്, അതിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. അള്ളാഹു നിങ്ങളോട് വളരെ കാരുണ്യമുള്ളവനാണ്. റബ്ബ് അതിനെ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു നിങ്ങളെ വധിക്കുവാനോ നിങ്ങളുടെ ശരീരങ്ങൾ നഷ്ടപ്പെടുത്തുവാനോ അതിനെ മോശമാക്കുവാനോ അള്ളാഹുവിന് ലക്ഷ്യമില്ല. പഠിച്ച് അള്ളാഹു അവൻ നിങ്ങളോട് വളരെ കാരുണ്യമുള്ളവനാണ്. ഖാല തആല ഫീ സൂറത്തിൽ മാഇദ മുബയ്യിനൻ ഖുബ്സഹാ വദർറഹാ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്ത് മാഇദയിലൂടെ അല്ലാഹു തആല മദ്യപാനത്തിന്റെ പ്രയാസത്തെ, അതിന്റെ പ്രയാസങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും ലഹരി പ്രയോഗങ്ങളൊക്കെ പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിന്റെ ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വെടിയണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. ثم بين سبحانه بعض أغراض الشيطان من تزيين الخمر والميسر
للناس فقال إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, പിശാച് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കലാണ്. മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയും അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് തടയുകയും നമസ്കാരം പോലത്തെ ഇബാദത്തുകളിൽ നിന്ന് മനുഷ്യരെ മാറ്റലുമാണ് പിശാചിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. وكذلك بين رسول الله صلى الله عليه وسلم أن الخمر حرام. فعن جابر رضي الله عنه أن رجلا قدم من جيشان فسأل النبي صلى الله عليه وسلم عن شراب يشربونه بأرضهم من الذرة يقال له المزر فقال أنه النبي صلى الله عليه وسلم أو مسكر هو؟ قال نعم. قال رسول الله صلى الله عليه وسلم كل مسكر حرام. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യമനിൽ നിന്ന് വന്ന ഒരാൾ നബിയോട് ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ കുടിക്കുന്ന ഈ പാനീയം അഥവാ മിസ്ർ എന്ന് പറയുന്ന പാനീയം അത് നിഷിദ്ധമാണോ പ്രവാചകരെ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അവ മുസ്കിറുൻഹു, അത് ലഹരി ഉണ്ടാക്കുന്നതാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, ലഹരി ഉണ്ടാക്കുന്ന, മസ്ത് ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. وبين رسول الله صلى الله عليه وسلم لا فرق بين قليله وكثيره. فعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما أسكر كثيره فقليله حرام. അത് കുറച്ച് ഉപയോഗിച്ചാലും കുറഞ്ഞ രീതിയിൽ മദ്യപിച്ചാലും നിഷിദ്ധമാണ് എന്ന് റസൂലുള്ള പറയുകയാണ്. അധികരിച്ച് കൂടുതൽ കുടിക്കുന്ന, കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന് ലഹരി ബാധിക്കുമെങ്കിൽ ആ വസ്തുവിന്റെ കുറഞ്ഞതാണെങ്കിലും അത് നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വകദാലിക ബയ്യന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന കസ്ബഹ ഹറാമുൻ. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ ഹറമ അക്ല ഷൈഇൻ ഹറമ സമനഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കച്ചവടം ചെയ്യൽ, അത് മുഖേന സമ്പാദിക്കൽ, അത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനെ ഭക്ഷിക്കൽ ഹറാമാക്കിയാൽ അതിന്റെ വിലയും ഹറാമാണ് എന്ന് റസൂലുള്ള പറയുന്നു. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ജസദിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി. അല്ലാഹു ഹറാമാക്കിയ വസ്തുക്കൾ തിന്നുകൊണ്ട് വളർന്നുണ്ടാകുന്ന ഏത് ശരീരവും അതിന്റെ അവസാനം ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വകദാലിക ബയ്യന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ ഖംറ ദാഉൻ വലൈസത് ദവാ. ഫഅൻ വാഇലിൽ ഖൽറമി അന്ന ത്വാരിഖ ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹുമാ സഅല النبي صلى الله عليه وسلم عن الخمر يصنعها للدواء فقال إنها ليست بداء ولكنها داء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദ്യത്തെക്കുറിച്ച് അത് രോഗശമനത്തിന് വേണ്ടി ഒരാൾ മദ്യം നിർമ്മിച്ചാൽ അത് മുഖേന രോഗശമനം ഉണ്ടാകുമെങ്കിൽ അത് രോഗത്തിന് ശിഫയാകുമോ പ്രവാചകരെ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അത് ഒരിക്കലും ശിഫക്കുള്ളതല്ല, നേരെ മറിച്ച് അതൊരു രോഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅകും ഫീമാ ഹറമ അലൈക്കും അഖ്റജഹുൽ ബൈഹഖി. സുഹൃത്തുക്കളെ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹു തആല ഒരിക്കലും നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശിഫ വെച്ചിട്ടില്ല,
നിങ്ങൾക്ക് ശമനം വെച്ചിട്ടില്ല എന്ന് അദ്ദേഹം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് കൈഫ യുഖദ്ദിമു ആഖിലുൻ അലാ ഹാദിഹി സുമൂമിൽ ഫാതിക വൽ അദ്വാഇൽ മുഹ്ലിക വമളാറുഹാ കസീറത്തുൻ ജിദ്ദൻ. സഹോദരന്മാരെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ബുദ്ധിയെ നശിപ്പിക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്രയും മോശമായ കാര്യത്തിലേക്ക് നീങ്ങുക? മഹാനായ യഖൂലുൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, ലൗ കാനൽ അഖ്ലു യുഷ്തറാ ലതഗാലൻ നാസു ഫീ സമനി ഫൽ അജബു മിമ്മൻ യശ്തരി ബിമാലിഹി മാ യുഫ്സിദു. മഹാനായ ഹസനുൽ ബസരി പറയുകയാണ്, ബുദ്ധിയെ എങ്ങാനും കച്ചവടത്തിന് വെച്ച് അതിന് വിൽക്കാൻ സാധിക്കുമെങ്കിൽ മനുഷ്യർ ഏറ്റവും വലിയ വില കൊടുത്തുകൊണ്ട് ബുദ്ധിയെ വാങ്ങിക്കുമായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന വസ്തുവിനെ വലിയ വില കൊടുത്തുകൊണ്ട് മനുഷ്യർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. നിങ്ങൾ മയക്കുമരുന്നിനെ വെടിയണം, അത് ഏറ്റവും മോശമായ വസ്തുവാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിമിനും ഒത്തുപോവാൻ സാധ്യമുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടാവണേ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇബാദല്ലാഹ്, വമിനൽ അസ്ബാബ് ഇഹ്മാലുൽ ആബാഇ ലിൽ അബ്നാ يتسكعون وينشؤون في أحضان السفهاء يجلبون لأنفسهم وأهليهم شقاء. സഹോദരന്മാരെ, മദ്യപാനം വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അത് രക്ഷിതാക്കളുടെ, അവരുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ അശ്രദ്ധ മാത്രമാണ്. ആ മക്കൾ, സന്താനങ്ങൾ അന്യരുടെ മടിത്തട്ടിൽ, വിഡ്ഢികളുടെ മടിത്തട്ടിൽ കടന്ന് വളരുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവസാനം അവരുടെ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ വലിയ ദുരന്തങ്ങൾ സ്വന്തം മക്കൾ വലിച്ചു കൊണ്ടുവരുമ്പോഴാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഉത്തരവാദി രക്ഷിതാക്കൾ തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിന് ഉത്തരവാദിയാണ്. അള്ളാഹു കുടുംബത്തിന്റെ ഉത്തരവാദിത്തത്തെ അവനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനോട് അവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കളെ നാമാണ് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടത്. നമ്മുടെ സന്താനങ്ങളെ മയക്കുമരിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നാം നമ്മുടെ ഉത്തരവാദിത്തത്തെ നിറവേറ്റുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, കുടുംബക്കാർ, റഹ്മാനെ, ഞങ്ങളുടെയും അവരുടെയും പാപങ്ങൾ നീ പുറത്തു തരണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക
وأغننا بفضلك عمن سواك. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم وعبادك المؤمنين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم وفق أميرنا وولي عهده لهداك واجعل أعمالهما في طاعتك ورضاك واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين. آخر دعوانا أن الحمد لله رب العالمين.